എബ്രഹാം മാത്യു, ഇതിൽ വി ഡി സതീശൻ കെ സി വേണുഗോപാലുമായി ഫൈറ്റ് ചെയ്യുക തന്നെയാണ്. ഫൈറ്റ് ചെയ്ത് തന്നെ തൻ്റെ സ്പേസ്, തൻ്റെ പ്രാധാന്യം താങ്കൾ പറഞ്ഞതുപോലെ ഉറപ്പിച്ചെടുക്കാം എന്നൊരു ഫൈറ്റിലേക്കാണ് പോകുന്നത്. അത് ഗുണം ചെയ്യുമോ? ഒന്ന്, കാരണം ദീപാദാസ് മുൻഷി ഈ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധിയാണ്, സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ACC നേതാവാണ്. അങ്ങനൊരു പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഗ്രൂപ്പിന് ഗുണം ചെയ്യുമോ? ഹൈക്കമാൻഡിനെ കുറേ കൂടി ഹൈക്കമാൻഡിനെ വകവെക്കാത്ത ഒരു സമീപനത്തിൻ്റെ പ്രശ്നം അതിനകത്തില്ലേ? അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ വി ഡി സതീശന് താങ്കൾ പറഞ്ഞതുപോലത്തെ സ്റ്റേക്കുണ്ട്, ക്ലെയിമുണ്ട് എങ്കിൽ അത് ഉറപ്പിച്ചെടുക്കാൻ കഴിയും വിധത്തിലേക്കുള്ള സമ്മർദ്ദമായിരുന്നില്ലേ നല്ലത്? ഒന്നാമത് MLA-മാരിൽ ഭൂരിപക്ഷം ഇല്ല. പകരം ഇത്തരം ഓപ്പറേഷൻസിലേക്ക്, സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസിലേക്ക് പോകുന്നതിന് പകരം കുറേ കൂടി സമ്മർദ്ദം ചെലുത്തി പണ്ട് ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്തതുപോലെ ഘടകകക്ഷികളെ രംഗത്തിറക്കി ഒക്കെ ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു സമ്മർദ്ദമായിരുന്നില്ലേ ഗുണം ചെയ്യുക? ഒരു കെ സി വേണുഗോപാലുമായി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ട്രെയിറ്റ് ഫൈറ്റ് ഗുണം ചെയ്യുന്നതാണോ? ചേർത്ത് എനിക്ക് തോന്നുന്നു ഈ വി ഡി സതീശനെ ഗൗരവമായി കാണുന്നത് കൊണ്ട് തന്നെയല്ലേ ഈ തീരുമാനം വൈകുന്നത്. അതെ, റിസൾട്ട് വന്ന് 24 മണിക്കൂറിനകം ഞങ്ങൾ തീരുമാനം എടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ കോൺഗ്രസ് പറയുമ്പോൾ അത് അറിഞ്ഞൂടെ? വിശ്വസിച്ചോ? മറ്റൊരു കാര്യം, ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് ആണല്ലോ ഇദ്ദേഹമാണല്ലോ ഹൈക്കമാൻഡ്. വേറെ ഈ ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൂടെ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും നിർണായക സ്വാധീനമുള്ള ഹൈക്കമാൻഡിൻ്റെ ഭാഗം തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ ആണ് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ സഹപ്രവർത്തകർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു നിമിഷം കൊണ്ട് തീർക്കാവുന്ന കാര്യമല്ല ഉള്ളൂ, അത് വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ ഇതിൻ്റെ വിജയത്തിൻ്റെ തിളക്കം പോയല്ലോ. ഇപ്പോൾ വഴിയോരങ്ങളിലെല്ലാം പലതരത്തിലുള്ള കോൺഗ്രസ്. എബ്രഹാം മാത്യു, ഞാൻ താങ്കളോടത് പറയേണ്ട കാര്യമില്ല. താങ്കളൊക്കെ ചെയ്ത എത്രയോ റിപ്പോർട്ടുകൾ ഇതേ കൈരളിയിലൂടെ ഓരോ കാലത്തും പ്രേക്ഷകർ കണ്ടതാണ്. ശ്രീ സജീവൻ എഴുതിയിട്ടുള്ളത്, ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് ശ്രീ ഷാജി ജോസഫും ഒക്കെ കോൺഗ്രസ് ഡെവലപ്മെൻറ്റ്സ് എഴുതിയിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ വിചാരം ഇതൊക്കെ കോൺഗ്രസ്സിന് കൂടുതൽ തിളക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്, മാറ്റുകൂട്ടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഇത്തരം ചർച്ചകൾ വരുന്നു, മത്സരം നടക്കുന്നു, പോരാട്ടം നടക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം, കെ സി വേണുഗോപാലുമായി ഒരു ഫൈറ്റിന് പോകുന്നത് വി ഡി സതീശന് ഗുണം ചെയ്യുമോ? വി ഡി സതീശനുമായി ഒരു ഫൈറ്റിലേക്ക് പോകുന്നത് കെ സിക്ക് ഗുണം ചെയ്യുമോ? കാരണം കെ സി മുഖ്യമന്ത്രിയായാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അദ്ദേഹം 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരണമല്ലോ. അപ്പം ഞാൻ ചോദിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫൈറ്റ് ഇരു കൂട്ടർക്കും ഗുണമാണോ? പകരം ഒരു നെഗോസിയേഷൻസോ ലോബിയിങ്ങോ സമ്മർദ്ദമോ ഇതൊക്കെ ആയിരുന്നില്ലേ കൂടുതൽ മെച്ചം? എൻ്റെ മറുപടി ഇതാണ്. സതീഷിനൊരു ഫൈറ്റിന് പോയാൽ അതിൻ്റെ ഗുണം സതീഷിനാണ്. കെ സി വേണുഗോപാൽ ഒരു ഫൈറ്റിന് വന്നാൽ അതിൻ്റെ ഗുണം ദോഷം കെ സി വേണുഗോപാലിൻ്റെ അല്ല. കാരണം അതിൻ്റെ ദോഷം കെ സിക്ക് ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. വേറൊരു കാര്യം, ഇപ്പോൾ കെ സി വേണുഗോപാലിന് ഈ നിയോഗം ഉണ്ടാകുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു സങ്കല്പിക്കുക, ബൈ ഇലക്ഷനിലേക്ക് പോകുന്നു. 2 ബൈ ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതെ, ആലപ്പുഴയിലും പിന്നീട് അദ്ദേഹം ഏതാണോ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം മിക്കവാറും ഇരിക്കൂറായിരിക്കുമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ല, ആലപ്പുഴയും കൂട്ടാം. ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ UDF ആണ് ജയിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ അവിടെ ഇരിക്കൂറിൽ നല്ല ഭൂരിപക്ഷമൊക്കെ കിട്ടി. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നതാണ്. ഈ ആലപ്പുഴയിലൊരു ജയം പെട്ടെന്ന് വിചാരിച്ചിരുന്നതല്ലല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ വരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ഡി സതീശൻ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ, ഇതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമല്ലോ എന്തായാലും. ആ പ്രതിസന്ധി നിലനിൽക്കെ അദ്ദേഹം ഒരു ബൈ ഇലക്ഷനെ സമീപിക്കുമ്പോൾ ജയസാധ്യതകൾ സംബന്ധിച്ച് പല പ്രശ്നങ്ങളുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നില്ല അത്തരം ഒരു റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ഈ രമേശ് ചെന്നിത്തല ഇതിൽ ഒരു ക്ലെയിം വെക്കുന്നു എന്നേ ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരു ടൈറ്റ് ഫൈറ്റിന്, ഒരു കോമ്പറ്റീഷൻ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിന് ഞാനിതിന് അർഹനാണ്, സംശയമില്ലാത്ത കാര്യമാണ്. 83-ൽ തന്നെ അദ്ദേഹം മന്ത്രിയായ ആളാണ്, അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ രമേശ് ചെന്നിത്തലയുടെ പേര് നമ്മൾ പറയുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം സീരിയസ് ആയിട്ട് അതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് ഒരു കൊള്ളാവുന്ന വകുപ്പ് കിട്ടണം, അദ്ദേഹത്തിൻ്റെ ക്ലെയിമിനെ നേതാക്കൾ വീണ്ടും എൻഡോഴ്സ് ചെയ്യണം. അത് തന്നെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും. ദേശീയ നേതാക്കൾ പറഞ്ഞു തീർച്ചയായും രമേശ് ജി ഇതിന് അർഹനാണ്, പക്ഷേ അറിയാമല്ലോ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് കിട്ടിയേക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. എബ്രഹാം മാത്യുവിൻ്റെ ഒരു അറിവ് എന്താണ് അക്കാര്യത്തിൽ? മുഖ്യമന്ത്രിയിൽ കുറഞ്ഞൊന്നും ഇവരാരും ആഗ്രഹിക്കുന്നില്ലല്ലോ. മുഖ്യമന്ത്രി പദം അത് മാത്രമാണ്. താഴോട്ടുള്ള ഇല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്നതുകൊണ്ട് അത് ഡിമാൻഡ് ചെയ്യും. കാരണം ഇത്രയും നല്ല ഭൂരിപക്ഷമുള്ള ഇപ്പോൾ ഉമ്മൻചാണ്ടി വളരെ ചെറിയ ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ആഭ്യന്തരമൊക്കെ വിട്ടുകൊടുത്തതുപോലെ ഇപ്പോൾ സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ, അല്ലെങ്കിൽ വി ഡി സതീശൻ വന്നാൽ കെ സി വേണുഗോപാലിൻ്റെ ഡിമാൻഡ് പ്രധാനമാണ്.
വന്നാൽ ഒരു മുഖ്യമന്ത്രി എന്തിന് ആഭ്യന്തരം വിട്ടുകൊടുക്കണം? ആ മുഖ്യമന്ത്രിക്ക് തന്നെ കൈയാളാമല്ലോ. അല്ല, ഒരിക്കലും അദ്ദേഹം താക്കോൽ സ്ഥാനത്തിരുന്നാണല്ലോ. അതെ, റവന്യൂ വകുപ്പ് ഒരു താക്കോൽ സ്ഥാനമാണ്. സാധാരണ ഇപ്പോൾ അടൂർ പ്രകാശാണ് കഴിഞ്ഞ സർക്കാരിൽ കൈകാര്യം ചെയ്തത്. ശരത്ത്, ഇപ്പോൾ ഏറ്റവും സതീശന് സാധ്യത കൽപ്പിക്കുന്നതിന് ഒരു കാരണം കൂടെ ഞാൻ പറയാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അത് സതീശനല്ല ശരി, അത് വേണുഗോപാൽ ആവണം എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. മറ്റേ NSS ജനറൽ സെക്രട്ടറി ഇത് തന്നെ പറഞ്ഞു, അത് ഉത്തരവാദിത്തമുള്ള കുറച്ചുകൂടി സീനിയോറിറ്റി പരിഗണിക്കണം എന്ന് അദ്ദേഹം രമേശിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഈ രണ്ട് നേതാക്കളും പരസ്യമായിട്ട് ഈ രണ്ടു പേർക്കെതിരെ വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ചുകൂടി സതീശൻ്റെ സമയം തെളിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ടുപേർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ വിപരീത ഫലം നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സതീശൻ്റെ സാധ്യത ഈ രണ്ടാളുകളുടെ സാന്നിധ്യത്തിലൂടെ കൂടുതൽ തെളിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ പുതിയ ഈ UDFൻ്റെ ഈ വൻ വിജയത്തിൽ തീർച്ചയായിട്ടും ഓരോ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളുടെ പങ്ക് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ സതീഷിൻ്റെ ഒരു ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയുള്ള മൂവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ, ഏറ്റവും ഒടുവിൽ ഈ പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വാഹനങ്ങളുടെ മോഡിഫിക്കേഷനെ കുറിച്ച്. ഒരു ജെൻസി വിഭാഗത്തിനൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു. അത് പ്രായോഗികമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം, ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും സതീശൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് ഇതിൻ്റെ വിജയത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ലീഡ് ചെയ്ത് പിന്നെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോയ അദ്ദേഹത്തിനെ മുസ്ലിം ലീഗ് കൈവിടത്തില്ലെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ലീഗ് നേതാക്കൾ വളരെ സൗമ്യരാണ് പൊതുവെ. ഞങ്ങളോട് ചോദിച്ചാൽ പറയും എന്നേ അവർ ഇപ്പോൾ പറയുന്നുള്ളൂ പരസ്യമായിട്ട്. പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.